ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യതീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പത്മ തടയുകയാണ്. ഇപ്പോൾ പോലീസുകാരൻ പറയാണ്, മാറി നിൽക്കടി അങ്ങോട്ടേക്ക് എന്ന് പറയണേ. അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ഇതേ വായിൽ തോന്നിയെന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അതെ ഞങ്ങളുടെ കാര്യമാണ്, ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഇത്രയും വലിയ കള്ളം ചെയ്തിട്ട് ഇവള് തടയാൻ നിൽക്കുന്നോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് കോൺസ്റ്റബിൾ ഈ വിഗ്രഹവുമായി വരുന്നത്. ഇതാ സാറേ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുന്നതിനോടുകൂടി യതീന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ആകെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. ഈ സമയം ഈ രാജീവനാണെങ്കിലോ, ഇതാ സാറേ ഇതാണ് വിഗ്രഹം എന്ന് പറയണം. അപ്പോഴേക്കും ഈ കള്ളൻ എന്താ പറയുന്നത്, ഇതാണ് വിഗ്രഹം, എന്നോട് ഇത് മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് ഈ രാജീവൻ സാറാണ്. അപ്പോൾ രാജീവ് പറയണേ, എന്നോട് പറഞ്ഞത് ഈ നിൽക്കുന്ന യതീന്ദ്രനാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്നെപ്പോലെ ഒരാൾക്ക് എന്തിനാടോ തൻ്റെ ഈ വിഗ്രഹം, എനിക്കതിൻ്റെ ആവശ്യം എന്താ, ഞങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഞങ്ങളുടെ നിലയൊക്കെ ഒന്ന് അറിഞ്ഞ് സംസാരിക്കുമെന്ന് പറയണേ. സാറേ എന്താ ഈ പറയുന്നത്, സാറിൻ്റെ കുടുംബത്തിൽ ഏത് സമയത്തും പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് വേണ്ടി ഈ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചാൽ സാറിന് നല്ല സുഖം കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ, ഈ കുടുംബത്തിന് സമാധാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സാർ എന്നോട് പറഞ്ഞത്, എന്താ സാറേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നെന്ന് പറയണേ. ഇത് കേൾക്കുന്നതിനോട് കൂടി യതീന്ദ്രൻ അങ്ങ് പറയുകയാണ്, ദേ വായിൽ തോന്നിയത് രാജീവ നീ വിളിച്ചു പറയരുത്, എന്നാൽ ഇത്രയും വലിയൊരു ചതി എന്നോട് എൻ്റെ കുടുംബത്തോട് വേണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും പോലീസുകാരൻ പറയണേ, മതി മതി സംസാരിച്ചത്, വാ പോവാം. അപ്പോൾ പത്മ പറയണേ, ഇല്ല എതിയെ ഞാൻ വിടില്ല എന്ന് പറയണേ. അത് കേൾക്കുന്നതിനോടുകൂടി അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, ഇതേ മനഃപൂർവ്വം എന്നെ ചതിച്ചതാണ് ഇവളും ഈ നിൽക്കുന്ന രാജീവും അവളും, അതായത് ആ ഗംഗയും കൂടി ചതിച്ചതാണെന്ന് പറയാണ്. ആ സമയമൊക്കെ എല്ലാവരും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഓരോരുത്തരും നോക്കി നിൽക്കുന്നത്. ആദ്യമൊക്കെ രഞ്ജിത്തിൻ്റെ മുഖത്ത് ഭയം വരികയാണ്. കാരണം തന്നെ കൊന്ന ഡെഡ് ബോഡിയുടെ ആണെന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ യതീന്ദ്രനെ പോലീസ് കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വാ മതി ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് മാറി നിൽക്കടോ എന്ന് പോലീസുകാരനോട് പറയണേ. എന്നിട്ട് പറയണേ, ഇത്രയും നല്ലൊരു മുഹൂർത്തത്തിനിടയിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കുറച്ച് കടമകളും ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് എനിക്ക് ഏൽപ്പിക്കേണ്ട ആ ഒരു ഇതുണ്ട്, അത് കഴിയാതെ ഞാൻ വരാൻ പറ്റത്തില്ല, താനൊന്ന് വെയിറ്റ് ചെയ്യടോ എന്ന് പോലീസുകാരനോട് യതീന്ദ്രൻ ആദ്യമായി ശബ്ദമുയർത്തി സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയം വേദയാണെങ്കിലും അങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കണ്ണുനീർ തുള്ളികളൊക്കെ ഇങ്ങനെ തുടച്ചു തുടങ്ങുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, സൂര്യ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീയാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പോഴേക്കും നന്ദിനി ഫ്രണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ നന്ദിനിയെ കണ്ട ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ യതീന്ദ്രൻ പറയാണ്, സൂര്യയും നന്ദിനിയും വേണം വേദയുടെ വിവാഹ നിശ്ചയം നല്ല ഭംഗിയായി നടത്തി കൊടുക്കാൻ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളത് ചെയ്യണം പത്മ. ഈ സമയം നീ തകരുകയല്ല വേണ്ടത്, തളരുകയല്ലേ വേണ്ടത്, നീ ഇതൊക്കെ നല്ല ഭംഗിയായി ചെയ്തു കൊടുക്കുകയും ഞാനില്ലാത്തൊരു കുറവും വരുത്തരുതെന്ന് പറയണം. അപ്പോഴേക്കും പോലീസുകാരൻ യതിയെ കൈ പിടിച്ച് അവിടെ നിന്നും വലിച്ചഴിച്ച് പോലീസ് ജീപ്പിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ആ സമയം കതിർമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടി വരികയാണ്. അപ്പോഴേക്കും പത്മ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഇന്ദ്രജക്ക് ഒരു കുലുക്കൂല. ഇന്ദ്രജ ആ നിന്ന പാടെ തന്നെ നിൽക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഭയങ്കര വിഷമവും സങ്കടങ്ങളൊക്കെ ആയി കേട്ടോ. അങ്ങനെ കരഞ്ഞും കൊണ്ട് നിൽക്കുമ്പോൾ നന്ദിനി ആകെ ഷോക്കോട് കൂടി നിൽക്കുക. അപ്പോഴേക്കും വേദ ഓടി വരികയാണ്. തൻ്റെ അച്ഛനെ പോലീസ് ജീപ്പിലോട്ട് കയറ്റുമ്പോൾ വേദ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ. ആ സമയം മോളെ നീ ഇങ്ങനെ കരയാതെ, എല്ലാം സൂര്യ നടത്തി തരും, സൂര്യ അതിൻ്റെ ഭംഗി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം രഞ്ജിത്തും വരികയാണ്. അപ്പോഴേക്കും രഞ്ജിത്തിൻ്റെ കയ്യിലോട്ട് വേദയെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ചെയ്യേണ്ട കടമ അവിടെ ചെയ്തു. അതൊക്കെ കണ്ട് പത്മയുടെ ഇടനെഞ്ച് പൊട്ടുകയാണ്. പിന്നീട് പത്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പത്മ ഭയങ്കര വിഷമത്തോടു കൂടി പത്മ പൊട്ടി കരയുന്ന സമയത്ത് ഉടൻ തന്നെ പത്മയെ യതീന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. യതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കണം. എന്താണോ താൻ ഇപ്പോൾ തകരുകയല്ല വേണ്ടത്, ഇപ്പോഴാണ് നിൻ്റെ ആത്മധൈര്യവും ബലവും ഒക്കെ ഇവിടെ കാണിക്കേണ്ടത്, താൻ അത് ചെയ്യണം എന്ന് പറയണേ. അങ്ങനെ മതി സംസാരിച്ചത് മതി എന്ന് പറഞ്ഞ് പോലീസുകാരെ യതിയെ പോലീസ് ജീപ്പിലോട്ട് വലിച്ചഴിച്ചിടുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് സൂര്യ ആകെ സങ്കടത്തോട് കൂടി നിൽക്കുകയാണ്. പത്മയാണെങ്കിലോ ആകെ വിഷമത്തോട് കൂടി നിൽക്കുമ്പോൾ പോലീസ് ജീപ്പ് അങ്ങ് പോയതിനോടുകൂടി ഇന്ദ്രജ് പറയാണ്, ഇതെല്ലാം ചെയ്തു കൂട്ടി അവൾ എന്ത് ധൈര്യത്തോടു കൂടിയാണ് മമ്മി അവിടെ നിൽക്കുന്നത് എന്ന് പറയണം. അതുകൊണ്ട് കേൾക്കുന്ന പത്മ ശരിയാണെന്ന് പറയണം. അപ്പോഴേക്കും സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് സൂര്യ അകത്തോട്ട് ഓടിപ്പോവുകയാണ് കേട്ടോ.
അപ്പോഴേക്കും പത്മയും ചെല്ലുകയാണ്. അപ്പോൾ കാണാം ഈ നിൽക്കുന്ന, അതായത് ഗംഗ ഗംഗ അവിടെ പൊട്ടിച്ചിരിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ. ഇതാണ് താൻ കാണാൻ ആവശ്യപ്പെട്ട ആ നിമിഷം എന്നുള്ള ആ ഒരു ഇതോടുകൂടി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും ഗംഗയുടെ നേർക്ക് പത്മ എടുക്കേണ്ടി, നീ എന്താടി എൻ്റെ കുടുംബത്തെയും എന്നെക്കുറിച്ച് നീ ചിന്തിച്ചിരിക്കുന്നത്? നീ വിചാരിക്കുന്ന ഒരു കുടുംബം അല്ലടി എൻ്റേത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇവിടെ നടക്കത്തില്ലടി, എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാം നടക്കുന്നു നീ പ്രതീക്ഷിച്ചോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴും രഞ്ജിത്തിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. രഞ്ജിത്താണെങ്കിൽ ആ ഡെഡ് ബോഡിയുടെ ടെൻഷനിലാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. ഇതേ സമയം പത്മ ഇത് പറയുമ്പോൾ ഉടൻ തന്നെ ഗംഗ പറയാണ്, നീ എന്താണ് ഈ കരുതിയത് എന്നെ കുറിച്ചിട്ട്? എൻ്റെ ഭർത്താവിനെ ജയിലിൽ കൊണ്ടുപോയിട്ടതിനുള്ള പ്രതികാരം തന്നെ ഞാൻ ഈ ചെയ്തത്. എൻ്റെ ഭർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത്, നിൻ്റെ ഭർത്താവ് ആവശ്യപ്പെട്ടത് കേട്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് നീ അടുത്തത് എന്ന് എനിക്ക് മനസ്സിലായി. ആ വിഗ്രഹം അന്ന് കൊണ്ടുവരുന്ന അന്നേ ദിവസം നീ ആ വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ തന്നെ നിന്റെ ഭർത്താവിന് പെട്ടെന്ന് ഞങ്ങളോട് ഒരു സിമ്പതിയും സ്നേഹമൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ അതേ ഗംഗേച്ചി അതേ പത്മേച്ചി എന്ന് ഗംഗ പറയുകയാണ്. വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇത് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളൂ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇനി നടക്കത്തില്ല. ഇത് ഗംഗയുടെ ഊഴമാണ്. ഇനി ഗംഗ നിങ്ങൾക്ക് ശിക്ഷ തരും. അത് മാത്രമല്ല നിങ്ങളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്യണം, എങ്കിലാണ് ഈ ഗംഗയ്ക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗ പത്മയുടെ കരണം നോക്കി അങ്ങ് പൊട്ടിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പത്മ ഒരാൾ വന്ന് തടയുന്നു. പത്മ നോക്കുമ്പോൾ തൻ്റെ മകൻ കേട്ടോ, തൻ്റെ മകൻ തടയുന്നത് കണ്ടപ്പോൾ പത്മക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷം പത്മക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എൻ്റെ മുന്നിലിട്ട് എൻ്റെ മമ്മി, അതായത് എൻ്റെ അമ്മയെ തല്ലാനുള്ള അവകാശം നിനക്ക് എങ്ങനെയാടി? അതിന് മാത്രം ധൈര്യം നീ വന്നോടി എന്ന് പറഞ്ഞ് ഗംഗയുടെ കൈ അങ്ങ് പിടിച്ച് അങ്ങ് പിരിച്ചിട്ട് അങ്ങ് തള്ളുകയാണ് കേട്ടോ. ഇതോടുകൂടി പിന്നെ പത്മ വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മകൻ തന്നെ സംരക്ഷിച്ചത് കണ്ടപ്പോൾ തനിക്ക് പറയാനില്ല. എന്നിട്ടാണെങ്കിലോ നീ എന്തോന്നാടി വിചാരിച്ചത്? ഈ സമയം നിന്നെ വെട്ടിക്കൊല്ലുകയാണ് ഞാനിവിടെ ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ അച്ഛൻ ചില ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് എൻ്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയം നല്ലപോലെ നടത്തുക, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ വന്നവരെയൊക്കെ അതിഥിയുടെ മുന്നിൽ വെച്ച് നിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള നേരമില്ല എൻ്റെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ സമയം ഇവിടെ ഇട്ട് കൊല്ലുമായിരുന്നു എന്ന് പറയണേ. നീ കൊല്ലടാ, അത്ര ധൈര്യമുള്ള വെച്ചാൽ നീ കൊല്ലടാ. എന്നിട്ട് പറയണേ, നിങ്ങൾക്ക് എവിടെയെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഗുണ്ടകളെ വിളിക്കണം. അപ്പോഴേക്കും നോല് പുറം ഗുണ്ടകൾ നിൽക്കണം കേട്ടോ. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കൊല്ലടാ, ആദ്യം നിന്നെ തീർക്കാനാണ് ഞാനിവിടെ ഗുണ്ടകളെ നിർത്തി. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ആളുകളെ കുറച്ച് പേരെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിന്നെ തീർക്കാൻ വേണ്ടിയാണ്, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കുക. നിന്നെ കൊല്ലുക തന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ സമയം ഞാൻ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ അങ്ങ് ചെല്ലുകയാണ്, അടിയോടടി കേട്ടോ. അപ്പോഴേക്കും വിവേക് ഓടിയെത്താണ്, രാജു ഓടിയെത്താണ്, കോട്ട് വാങ്ങാൻ നന്ദിനി എത്തുകയാണ്. പിന്നീടാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് രഞ്ജിത്ത് എത്തുകയാണ്. അങ്ങനെ ഗംഗയുടെ ഗുണ്ടകളെ പത്മയുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും ആട്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ഗംഗയുടെ സമനില തെറ്റിപ്പോവാണ് കേട്ടോ. ഈശ്വര, അയ്യോയ്യോയ്യോ, ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണല്ലോ ഈ സൂര്യ എന്ന് പറയുന്നവൻ എന്നാൽ ലെവലിൽ നിൽക്കണം. എന്നിട്ട് പറയാണ്, എടി ചെയ്യേണ്ടത് ചെയ്ത്, ഇനി മമ്മി എൻ്റെ അമ്മ പറ, എന്താണ് ഇവരെ ഞാൻ ചെയ്യേണ്ടത്? ഇവളെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കൊല്ലട്ടെ? അപ്പോൾ പത്മ പറയണേ, വേണ്ട സൂര്യ, ഇപ്പോൾ ഈ സമയം ഒന്നും ചെയ്യേണ്ട. ഇപ്പം നമ്മുടെ ആവശ്യം നമ്മുടെ വേദയുടെ വിവാഹ നിശ്ചയം നല്ലപോലെ നടത്തുക, യതി പറഞ്ഞതുപോലെ യതിയുടെ ആഗ്രഹം അത് നടത്തുക, അതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയണം കേട്ടോ. ആ സമയം എടി നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുന്നു, അതുകൊണ്ട് ഇനി അധികം ഇവിടെ നിൽക്കാതെ മര്യാദക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ഗംഗയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. ഗംഗയുടെ കോരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നതിന് പകരം കഴുത്തിനാണ് കൊരവള്ളിക്കങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് കഴുത്തങ്ങ് പിടിച്ച് ഞെരിച്ചിട്ട്, നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഈ വിവാഹ നിശ്ചയമായിട്ട് കഴിഞ്ഞോട്ടെ, എൻ്റെ ഡാഡിയെ എവിടെ നിന്ന് കൊണ്ടുപോയതിന് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി, നിനക്ക് വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് നീ അറിയാൻ കെടുക്കുന്നുള്ളടി എന്ന് പറഞ്ഞിട്ട് കഴുത്തങ്ങ് പിടിച്ച് ഞെരിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി ഒരൊറ്റ തള്ളുകയാണ് കേട്ടോ. അയ്യോ, ഗംഗ ആകെ പേടിക്കുകയാണ്. പിന്നീട് ഗംഗയുടെ മുടിക്കുത്തിനങ്ങ് പിടിച്ച് വലിച്ചഴിച്ച് മര്യാദക്ക് ഞങ്ങളുടെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞിട്ട് പത്മയും സൂര്യയും കൂടിയിട്ട് അങ്ങ് ഗംഗയെ പുറത്തങ്ങ് തള്ളുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഗംഗ ആകെ എല്ലാവർക്കും മുന്നിൽ വഷളാവുകയാണ്. പിന്നീട് ഗംഗ നിലത്ത്, എന്തൊരു കഷ്ടമാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയണേ. എന്നിട്ട് സൂര്യ, വാ നമുക്ക് ഈ വിവാഹ നിശ്ചയം നന്നായി നടത്താം എന്ന് പറയണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ആ ഡെഡ് ബോഡി തന്നെയാണ് കേട്ടോ. ചാക്കിട്ട്
ഇട്ട് മൂടിയിരിക്കുന്ന ആ ഡെഡ് ബോഡിയാണ് കാണിക്കുന്നത്. ഈ സമയം വിവേകും മാരുതി എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ കുടുംബത്തിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, ഇവിടെ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടക്കുന്നത്, ഇവിടെ ഇനി എന്തൊക്കെ വരാനുള്ളൊരു സൂചനയാണ് കാണിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഏട്ടാ നമുക്ക് നിശ്ചയം നടത്തില്ലേ എന്ന് പത്മ ചെന്ന് പറയാണ്. ഓക്കെ നടത്തിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ തൻ്റെ ഏട്ടൻ നിൽക്കുന്ന സമയം പൂജാരി ചോദിക്കുകയാണ് ഈ ഭാഗത്ത് ഇനി ആരാ നിൽക്കുന്നത്. അപ്പോഴേക്കും പത്മ പറയാണ് സൂര്യ നീ നിൽക്കുക എന്ന് പറയാണ്. അങ്ങനെ ഇവർ തമ്മിൽ കൊടുക്കേണ്ട ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട ആ ചടങ്ങുണ്ടല്ലോ, അതായത് യതിയും ഉദയനും കൂടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. മോതിരം എടുത്ത് കൊടുക്കുകയാണ് പൂജാരി. മോതിരം മാറുന്നു, അതിന് നടുക്ക് പത്മ ചെന്ന് നിൽക്കുന്നു, തൻ്റെ മക്കളെ രണ്ടുപേരെ അനുഗ്രഹിക്കുന്നു. ഒരു മോതിരം പത്മ മേടിക്കുന്നു, ഒരു മോതിരം വന്ദന മേടിക്കുന്നു. അവർ രണ്ടാളും ഇവർ മക്കളുടെ കയ്യിൽ കൊടുക്കുന്നു. അത് മാറുന്നു. മോളെ നീ കരയണ്ട, നിൻ്റെ സങ്കടം നിൻ്റെ അച്ഛൻ നിൻ്റെ ഒപ്പം ഉണ്ടാവും, അത് നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ മകളെ സമാധാനിപ്പിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പോലീസുകാരനെയാണ്. പോലീസുകാർ എസ് ഐയുടെ അടുത്തോട്ട് കോൺസ്റ്റബിൾ വന്നിട്ട് പറയണേ ആ ഷെല്ലിൽ കിടക്കുന്ന ആളുകൾ വളരെ ചൂടാവുന്നു, അവർ തമ്മിൽ വഴക്ക്, എന്താണ് അവൻ്റെ കേട്, ആ കള്ളൻ പറയുന്നത് യതിയെ പുറത്തിരുത്തി ഞങ്ങളെന്താ അകത്തിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദ്യമാണ് അവർ പറയുന്നത്. ഇങ്ങോട്ട് ഇപ്പോൾ DYSP വരുന്നുണ്ട് എന്ന് പറയണേ. അപ്പോൾ യതിയാണെങ്കിൽ കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം കള്ളനാണെങ്കിലോ സെല്ലിൽ കിടന്നിട്ട് കള്ളൻ പറയുകയാണ് എന്താ ഇവനൊരു നിയമം അവർക്കൊരു നിയമം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇയാൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വിഗ്രഹം എടുത്ത, പിന്നെ എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും SI വന്നിട്ട് പറയുകയാണ് എന്താടോ തൻ്റെ പ്രശ്നം അത് എന്നല്ലേ പറഞ്ഞിട്ട് രാജീവ് സംസാരിക്കാനായിട്ട്. രാജീവ് പറയണേ എന്ത് പ്രശ്നമേ ഞങ്ങളെല്ലാവരും ഒരേ തെറ്റ് ചെയ്തിട്ട് അയാളെ പുറത്തിരുത്തുകയും ഞങ്ങൾ ഉള്ളിൽ കിടത്തുക, എന്ത് നിയമമാണ്, നിൻ്റെ നിയമക്കേടൊക്കെ ഇപ്പോൾ DYSP വരുന്നുണ്ട്, DYSP എന്താ ഞങ്ങളെന്താ കൊല്ലുമോ എന്ന് ഇങ്ങനെ രാജീവ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും DYSP അവിടെ എത്തുകയാണ്. DYSP ഇവനെ ഒരു നോട്ടം നോക്കുകയാണ്. എന്നിട്ട് യതിയുടെ അടുത്തോട്ട് എത്തുകയാണ്. യതിയോട് പറയുകയാണ് വിഷമമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിൽ, താങ്കളെപ്പോലെ ഇത്ര നല്ലൊരു മനുഷ്യൻ ഇവിടെ എത്തേണ്ടി വന്നത് വലിയ വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്, എല്ലാവരും കൂടിയിട്ട് നമ്മളറിയാതെ നമുക്ക് ചതിയൊരുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല എന്ന് ഇങ്ങനെ പറയുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.